സിമ്പിളായിട്ട് നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ഡ്രാമ കാണാം. ഇതിൽ വളരെയധികം കോമഡി ഉണ്ട്, ഫൺ ഉണ്ട്, അറ്റ് ദി സെയിം ടൈം നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. സോ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള സ്മൈൽ എന്ന് പറയുന്നത്. സ്മൈലിൻ്റെ ക്രഷാണ് ഈ കാണുന്ന കൈറോ എന്ന് പറയുന്ന ക്യാരക്ടർ. സോ സ്മൈൽ ആണെന്നുണ്ടെങ്കിൽ വളരെ ധൃതിപ്പെട്ട് ലിഫ്റ്റിലൊക്കെ കയറുന്നുണ്ട്. എന്നിട്ട് എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്ന പോലെ അയ്യോ എനിക്ക് തീരെ നേരില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. ആ സമയത്ത് കൈറോനെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്മൈൽ ആണെന്നുണ്ടെങ്കിൽ അറിയാത്ത പോലെ ഭാവിച്ച് നിൽക്കുകയാണ്. ആണോ നിൻ്റെ പേര് കൈറോ എന്നാണ്, എൻ്റെ പേര് സ്മൈൽ എന്നാണെന്നൊക്കെ പറഞ്ഞ് സ്മൈൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ലിഫ്റ്റ് വർക്ക് ആവാതിരിക്കുന്നത്. ആ സമയത്ത് സ്മൈൽ ആണെന്നുണ്ടെങ്കിൽ പേടിച്ച് ഒച്ച വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് കൈറോ പറയുന്നുണ്ട്, നീ ഇങ്ങനെ അലറിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാം, അവർ ഹെൽപ്പ് ചെയ്യും, നീ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ട് എൻ്റെ ചെവി അടിച്ച് പോകണമെന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സ്മൈൽ ആ ശരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ ലിഫ്റ്റ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സ്മൈൽ ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ചിട്ട് നേരെ കൈറോൻ്റെ മുകളിൽ അള്ളി പിടിച്ചിരിക്കുവാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കൈറോൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ആ സമയത്ത് അവരും നല്ല രീതിയിൽ തന്നെ ഓക്വേർഡ് ആയിരുന്നു. സ്മൈലിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചമ്മലുണ്ടെങ്കിലും തൻ്റെ ക്രഷിൻ്റെ കൂടെ ഇത്രയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് വെച്ചിട്ട് സ്മൈൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്മൈൽ പറയുന്നത്, അയ്യോ എനിക്ക് ക്ലബ്ബിൽ ചേരാനുള്ള നേരമൊക്കെ വൈകി, ഇനി എന്തായാലും നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ കൈറോ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ മ്യൂസിക് ക്ലബ്ബിൽ ചേർന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്മൈൽ വിട്ടുകൊടുക്കുക. സ്മൈൽ പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ മ്യൂസിക് ക്ലബ്ബിൽ ചേരാം, അത്രയും നേരം അവനായിട്ട് വർത്തമാനം പറയാലോ എന്നുള്ളൊരു ധാരണയിലാണ് സ്മൈൽ മ്യൂസിക് ക്ലബ്ബിൽ ചേരുന്നത്. ഇതാണ് ലിസ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ഒരു ബാൻഡിലുള്ള കുട്ടിയാണ്. അവൾ പാട്ടൊക്കെ പാടി ഇറങ്ങുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നൈസായിട്ട് അവളെ കോഴിത്തരം കാണാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട്, നിൻ്റെ ഒരു വിളച്ചിൽ എൻ്റെ അടുത്ത് വേവില്ല, നിൻ്റെ കാറിനേലും വലുതാണ് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ബൈക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കാറുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലിസേനെ കൊണ്ടുപോകാൻ നോക്കുകയാണ്. ആ സമയത്ത് ലിസ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പൊക്കോണ്ട് എന്ന് പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ കുറച്ച് ബിസിയാണ്, എനിക്ക് വയ്യ എന്നൊക്കെയാണ്. ഇതാണ് സ്മൈലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒനി ആണെന്നുണ്ടെങ്കിൽ ഒനിക്കും ഇതേപോലെ തന്നെ ഒരു ചെറുക്കനോട് കുറച്ച് ക്രഷൊക്കെ ഉണ്ട്. അതാണ് ഈ കാണുന്ന ബാഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആഡ്സിലും സിനിമയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സീരീസിലൊക്കെ അഭിനയിക്കുന്ന കുറച്ച് ഫേമസ് ആണ് കോളേജിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്മൈലിന് വന്നിട്ട് ക്യാമറ പിടിക്കാനുള്ള ഡ്യൂട്ടി കിട്ടുന്നത്. ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒനി വന്ന് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പിടിച്ചോണ്ടെന്ന് പറഞ്ഞ് പിടിക്കുക മാത്രമല്ല അതെടുത്ത് നേരെ നമ്മുടെ ബാഡ്സിനെ തലയെ കൊണ്ട് ഇടുന്നുമുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒനി സൂര്യമൊക്കെ പറഞ്ഞ് മാറുന്നുണ്ട്. അങ്ങനെ സ്മൈൽ തന്നെയാണ് വീണ്ടും പിടിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യുവാണ്. ഒനിയും സ്മൈലും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുവാണ്. ഒനി പറയുന്നുണ്ട്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് കണ്ട ആ ചെക്കനെ ഭയങ്കര ഇഷ്ടമാണ്, സോ നിനക്ക് നമ്മുടെ പഴയ എഗ്രിമെൻ്റ് ഓർമ്മയില്ലേന്ന് ചോദിക്കുന്ന സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒനിയും സ്മൈലും കൂടി റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ ദിവസം പ്രപ്പോസ് ചെയ്ത് ഒരേ ദിവസം കല്യാണം കഴിച്ച് ഒരേ ദിവസം കുട്ടികളുണ്ടാവും, അങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ അവർ പ്രപ്പോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു എഗ്രിമെൻറ്റ് ലിപ്സ്റ്റിക് കൊണ്ട് സൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ സമയത്ത് എഗ്രിമെൻ്റ് എടുത്ത് ഒനി കാണിച്ചിട്ട് പറയാണ്, ഇതിൽ പറയുന്ന പോലെ നമ്മൾ രണ്ടുപേരും നാളെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പോയി പ്രപ്പോസ് ചെയ്യും, നീ പോയി കൈറോനെയും ഞാൻ പോയി എന്തായാലും ബാഡ്സിനെയും പ്രപ്പോസ് ചെയ്യും, സോ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് രണ്ട് ബൊമ്മക്കുട്ടികളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് വേണം നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്മൈലിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സ്മൈലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ പ്രിപ്പയർ ഒന്നും ആയിരുന്നില്ല, സ്മൈലിന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും മുനിയുടെ അമിതമായിട്ടുള്ള മോട്ടിവേഷനിൽ സ്മൈൽ പറയുന്നുണ്ട്, ശരി എന്നാൽ ഞാനും പോയി നോക്കാം, നീയും പോയി നോക്ക്, സക്സസ് ആവില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. ഒനിയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ബാഡ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുന്ന സമയത്ത് ബാഡ്സ് പറയുന്നത്, എനിക്ക് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ഒരു അലിവും ഇല്ലാതെ അങ്ങോട്ട് റിജക്റ്റ് ചെയ്ത് വിടുവാണ്. ആ സമയത്ത് എനിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഇവിടെ നമ്മുടെ കൈറോൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ സ്മൈൽ പതിയെ ഇങ്ങനെ പോകുന്നുണ്ട്. പോയിട്ട് ബാക്കിൽ നിന്ന് നല്ല പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ മാഹാത്മ്യം കൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് നേരെ സ്മൈലിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിക്കുന്ന സമയത്ത് സ്മൈലാണെങ്കിൽ കുറച്ച് മടിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഇനി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആദ്യം തമാശയാണെന്ന് വെച്ച് കൈറോ വിടുന്നുണ്ട്, നീ വെറുതെ തമാശ പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട് ഇവളുടെ കുട്ടിക്കളി കണ്ടിട്ട്. നമ്മുടെ സ്മൈലാണെന്നുണ്ടെങ്കിൽ ഇമ്മാച്യൂരിറ്റിയുടെ അത്രയും പീക്കിൽ നിൽക്കുന്ന ഒരാളാട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്മൈൽ പറയുന്നുണ്ട്, അല്ല ഞാൻ സീരിയസ് ആയിട്ടാണെന്ന് പറയുന്ന സമയത്തേക്കും കൈറോ വന്നിട്ട് സ്മൈലിനെ കിസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ദേ നോക്ക് ഇപ്പം എനിക്ക് ഒരു ഹാർട്ട് ബീറ്റും എൻ്റെ കൂടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൈ എടുത്താണ്ട് നെഞ്ചത്ത് വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ
സ്മൈലിൻ്റെ ആണെങ്കിൽ ഹാർട്ട് ബീറ്റ് ഭയങ്കര സ്പീഡിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് സ്മൈലിൻ്റെ അടുത്ത് കൈറോ പറയുന്നത് നിനക്ക് എപ്പോഴാണോ എൻ്റെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത് ആ സമയത്ത് മാത്രമേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. സ്മൈലിനാണെന്നുണ്ടെങ്കിൽ എന്തിപ്പോൾ ചെയ്യേണ്ടി എന്തുണ്ടായി എന്നും കൂടി ഒരു ബോധമില്ല. എന്നിട്ട് ഇവിടെ ലിസ് ആണെന്നുണ്ടെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്. കാരണം അവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഒട്ടും റിപ്ലൈ തരുന്നില്ല. അവളാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിട്ട് അവൾ വിചാരിക്കുന്നുണ്ട് ഇവനെന്താ പറ്റിയെന്ന് വിചാരിച്ച് വയ്യല്ലോ അപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവൻ വീട്ടിലില്ല. അവളാണെങ്കിൽ അവനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തൊട്ട് ലിസിന് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇവനെന്താ എന്നോട് ഇങ്ങനെ കള്ളം പറയണേ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് വരികയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 ഗേൾസും കൂടി ഇരുന്ന് പറയുവാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് റിജക്റ്റ് ചെയ്തൂലേ, എന്നാലും നിന്നെ അവൻ കിസ് ചെയ്യാൻ നിന്നെ, പക്ഷെ എന്നാലും നിന്നെ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മൈലിനെ എരിവ് കയറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒനീൻ്റെ കയ്യിൽ ഒരു പേപ്പർ കിട്ടുന്നത്. അത് നമ്മുടെ സ്മൈലിന് ഒനി കൊടുത്ത പാവയുടെ ഉള്ളിലുണ്ടായിരുന്നതാണ്. അത് തുറന്ന് നോക്കുന്ന സമയത്ത് ബോയ് ഫോർ റെൻ്റ് എന്നുള്ള ഒരു പരസ്യമാണ് കാണുന്നത്. ഈ സമയത്ത് സ്മൈലാണെങ്കിൽ പറയുന്നുണ്ട് നന്നായി ഇത് കൈറോ കാണാമായിരുന്നു, കൈറോ കണ്ടിരുന്നെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചതെന്ന് പറയുന്ന സമയത്ത് ഒനി പറയുന്നുണ്ട് നീ എന്തിനാ അങ്ങനെ വിചാരിക്കണേ, നിനക്കിത് യൂസ് ചെയ്തൂടെ, എന്തായാലും നിന്നെ ഇഷ്ടമല്ല എന്നല്ല അവൻ പറഞ്ഞേക്കണേ, അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടൂടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ആദ്യം ഒരു ബോയ് ഫ്രണ്ടിനെ റെൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എങ്ങനെ നല്ല രീതിയിൽ ലവ് ചെയ്യാന്നുള്ളത്, അതിന് ശേഷം നീ കൈറോനെ പോയി വീണ്ടും പ്രപ്പോസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്മൈലിനും അത് നല്ലൊരു ഐഡിയ ആയി തോന്നുന്നുണ്ടെങ്കിലും നേരെ ഈ ഷീറ്റ് വന്ന് താഴെ വീഴുകയാണ്. താഴെ വീഴുന്നത് കാണുന്നത് നമ്മുടെ ലിസ്സാണ്. ലിസ്സും ഇതെടുത്ത് പിടിച്ചിട്ട് ഇത് എൻ്റെയാണ് ഇത് നിൻ്റെയാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിവലി നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഷീറ്റാണെന്നുണ്ടെങ്കിൽ 2ആയിട്ട് കീറി പോകുന്നുണ്ട്. ഒരു പീസാണെങ്കിൽ നമ്മുടെ സ്മൈലിൻ്റെ കയ്യിലും വേറൊരു പീസാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസിൻ്റെ കയ്യിലുമാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതും വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മുടെ സ്മൈൽ നേരെ ആ ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവളുടെ ID പ്രൂഫും കാര്യങ്ങളും കൊടുത്ത് അവളുടെ വയസ്സൊക്കെ കറക്റ്റാണെന്ന് പറയുന്നുണ്ട്. അവരുള്ളവർക്കാണെങ്കിൽ ഇവളെ കാണുമ്പോൾ ഒരു ചെറിയ കുട്ടീനെ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ സ്മൈൽ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പ്രേമം പഠിക്കാൻ വേണ്ടിയിട്ടൊരു ബോയ് ഫ്രണ്ടിനാണ് വേണ്ടത്, എൻ്റെ ക്രഷിൻ്റെ അടുത്ത് എനിക്ക് പ്രേമം പറയാനായിട്ട് എനിക്ക് പ്രേമത്തിനെ കുറിച്ച് നന്നായി പഠിക്കണം, അതിന് പറ്റിയിട്ടുള്ളൊരു ബോയിനെ വേണം എനിക്ക് തരാനായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ഈ കൊച്ചെന്താ പറയണേ എന്നുള്ളൊരു ഡൗട്ട് വരുന്നുണ്ട്. എന്നാലും അവർക്കിത് നല്ലൊരു കാര്യമായതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് പൈസയും എഗ്രിമെൻറ്റിലൊക്കെ സൈനൊക്കെ മേടിച്ച് അങ്ങനെ സെറ്റാക്കി നിർത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ ലിസ്റ്റും ആ ഒരു കീറി കഷ്ണം ബാക്കിയും കൊണ്ട് വരുന്നത്. ആ സമയത്ത് അവളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ID പ്രൂഫ് ഉണ്ടായിരുന്നില്ല. ID പ്രൂഫ് ഇല്ലാണ്ട് അവൾ അവിടെ നിൽക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ കയറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ID പ്രൂഫ് ഇല്ലാണ്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കില്ല എന്നും പറഞ്ഞിട്ട് അയാളാണെങ്കിൽ പോകുന്നുണ്ട്. അങ്ങനെ അവൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൈറോനെ കാണുന്നത്. കൈറോയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ലിസ സംസാരിക്കുന്ന സമയത്ത് ലിസ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൈറോ പറയുന്നുണ്ട് ശരി നീ എന്താ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നീ എന്നെ സഹായിക്കുമെന്ന് തോന്നിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സെക്യൂരിറ്റി ഗാർഡ് വരുന്ന സമയത്തേക്കും കൈറോ ആണെന്നുണ്ടെങ്കിൽ ലിസനെ കിസ് ചെയ്യാൻ പോകുന്ന പോലെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ലിസ ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നത് ചോദിച്ച സമയത്ത് ഞാൻ നിന്നെ സേവ് ചെയ്തതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലിസ ആണെങ്കിൽ എൻ്റെ അകത്ത് കയറുന്നുണ്ട്. അങ്ങനെ മാനേജറോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ബോയ് ഫ്രണ്ടിനെ ജലസിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് മാനേജർക്കാണെങ്കിൽ ആകെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് 2 എണ്ണമായാലും ഇപ്പോൾ കിളി പോയത് വരണേ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സ്മൈലിൻ്റെ അടുത്തേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിലെ ബോയ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ലിസിനും കോൾ വരുന്നുണ്ട് നിങ്ങളിൽ റെൻറ്റിനെടുത്ത ബോയ് റെഡിയാണെന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണ് കാണിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഡ്സിൻ്റെ ഗേൾ ഫ്രണ്ടാണ് ലിസ്. അതേപോലെ തന്നെ കൈറോനെ സ്മൈലിനും ക്രഷാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്മൈലിന് റെൻറ്റഡ് ബോയ് ആയിട്ട് വരുന്നത് ബാഡ്സും അതേപോലെ തന്നെ ലിസിന് റെൻറ്റഡ് ബോയ് ആയിട്ട് വരുന്നത് കൈറോയുമാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വരുന്ന വഴിയിൽ കാണാം. സോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് സോ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോ ഇത്തിരി കുറവുണ്ട് എനിക്ക് സംസാരിക്കാനാണെങ്കിലും. ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, അടുത്ത വീഡിയോ തൊട്ട് സെറ്റാക്കാം. ഇവിടെ വരെ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കേടാ ബൈഡാ.